നമസ്കാരം. മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വരണം എന്നതിനെ ചൊല്ലി UDF-ൽ ചർച്ചകൾ ശക്തമായിരിക്കെ വൈകിയാണെങ്കിലും CPM-ഉം പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടങ്ങി. തിരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ തിരിച്ചടിയേറ്റിരിക്കെ ആരാകണം പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലും CPM എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കണം എന്ന അഭിപ്രായമാണ് വന്നത്. ശക്തനായ പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയിൽ ആവശ്യമായിരിക്കെ യോജിച്ചത് പിണറായി വിജയൻ തന്നെയാണെന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത്. എന്നാൽ പാർട്ടിയിൽ എതിരഭിപ്രായങ്ങളുമുണ്ട്. മുന്നണിയെയും സർക്കാരിനെയും നയിച്ച ആണെന്ന നിലയിൽ ഇത്രയും കടുത്ത തോൽവിക്ക് ഉത്തരവാദിത്തം പിണറായി വിജയന് തന്നെയാണെന്നിരിക്കെ അദ്ദേഹത്തെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കണോ എന്ന ചോദ്യമാണ് പാർട്ടിയിൽ നിന്നും ഉയരുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തല്ലെങ്കിൽ 10 വർഷം സർക്കാരിനെ നയിച്ച പിണറായി വിജയന് വെറും MLA ആയി നിയമസഭയിൽ തുടരേണ്ടി വരും. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വരികയാണെങ്കിൽ ക്യാബിനറ്റ് പദവിയും ഓഫീസും സുരക്ഷ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ലഭിക്കും. എന്നാൽ പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിൽ ഒരു പ്രതികരണവും പിണറായി വിജയൻ നടത്തിയിട്ടില്ല. പിണറായി അല്ലെങ്കിൽ KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. CPI-ൽ നിന്നും പിണറായിക്കെതിരെ എതിർ സ്വരം ഉയർന്നതും കണക്കിലെടുക്കേണ്ടി വരും. ഇത്രയും കടുത്ത ജനവികാരം സർക്കാരിനെതിരെ നിലനിൽക്കുന്നത് തിരിച്ചറിയാൻ സർക്കാരിനെയും മുന്നണിയെയും നയിച്ച മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നാണ് CPI-ൽ നിന്നും ഉയർന്ന വിമർശനം. LDF-ന് നേരിടേണ്ടി വന്നത് അപമാനകരവും ലജ്ജാകരവുമായ പരാജയമാണ്. പാർട്ടിയെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് പുതുമുഖങ്ങളായിരിക്കണം. പ്രതിപക്ഷ നേതാവായും പിണറായിക്ക് പകരം പുതുമുഖം വരണമെന്നാണ് CPI രാജ്യസഭാ അംഗം P. സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടത്. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതിനെതിരെ രംഗത്തു വന്നിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പിണറായി വിജയൻ വേണ്ടെന്ന് CPI-ക്ക് അഭിപ്രായമില്ലെന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. ഇത് CPM-ന്റെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ ഇടപെടില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതോടെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ പന്ത് CPM-ന്റെ കയ്യിൽ തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിൽ ഉടൻ തന്നെ CPM-ൽ നിന്നും തീരുമാനം വന്നേക്കും.